Hello everyone, welcome to Disha Academy. Central Government Job Update-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു എക്സാം നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാണുന്നത് പോലെ തന്നെ ECGC PO റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ 2024 ECGC PO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വാക്കൻസീസ് ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ECGC PO എന്ന് പറയുന്നത് അറിയണം അല്ലേ? PO എന്ന് പറഞ്ഞാൽ പ്രൊബേഷണറി ഓഫീസാണ്. അപ്പോൾ ECGC എന്ന് പറയുന്നത് എന്ത് ഡിപ്പാർട്ട്മെൻറ്റാണ്? നമ്മുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നമുക്ക് എന്താ പറയാൻ പറ്റുന്ന ഇൻഷുറൻസ് ലെവലിൽ നിൽക്കുന്ന എക്സ്പോർട്ടിനൊക്കെ വേണ്ടിയായിട്ട് നിൽക്കുന്ന ഒരു ബോഡിയാണ് ECGC എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക. ഇതൊരു എക്സ്പോർട്ട് പ്രൊമോഷൻ അഡ്വൈസറി ഒരു എന്റർപ്രൈസ് പോലെ വർക്ക് ചെയ്യുന്ന ഇടമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വേണ്ടിയായിട്ട് ഇൻഷുറൻസ് പോലെയുള്ള സ്കീംസ് ഒക്കെ കൊടുക്കാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയുള്ള കുറേ ക്രെഡിറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ കീഴിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓതറൈസേഷൻ ഉള്ള ഒരു കമ്പനി തന്നെയാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ കമ്പനിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ അവിടേക്കുള്ള PO വാക്കൻസീസ് അത്യാവശ്യം നല്ല വാക്കൻസീസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്കുള്ള ഒഴിവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്താണ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണെന്ന് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഓടിച്ചാടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് നമുക്ക് പറയാം. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, അത് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞാൽ. ക്രെഡിറ്റ് ഇൻഷുറൻസ് കവേഴ്സ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വേണ്ടി ക്രെഡിറ്റ് ഇൻഷുറൻസ് കവേഴ്സ് കൊടുക്കുന്ന ഒരു ബോഡിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാം ആണ് വിളിച്ചിട്ടുള്ളത്. പോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊബേഷണറി ഓഫീസറാണ്. ചിലപ്പോൾ പ്രൊബേഷണറി പീരീഡ് കാണും. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പീരീഡിൽ വർക്ക് ചെയ്തതിന് ശേഷം പെർമനൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു രീതിക്കാണ് ബാങ്കിങ് സെക്ടർ പോലെ വരുന്ന ഒരു ഇൻഷുറൻസ് സ്കീമിങ് വരുന്ന ആ ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. എന്തായാലും കാഡർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസി എന്ന് പറഞ്ഞാൽ ജനറലിസ്റ്റ് വാക്കൻസിയാണ് വന്നിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ വാക്കൻസിയുമാണ്. അതെന്താണ്, ജനറൽക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വാക്കൻസീസ് വന്നിട്ട് 40 വാക്കൻസീസ് ആണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അനൗൺസ് ചെയ്തിരിക്കുന്നത് 40 വാക്കൻസീസ് ആണ്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ വന്നിട്ട് ഓൺലൈൻ തന്നെയാണ്. രജിസ്ട്രേഷൻ ഡേറ്റ് വന്നിട്ടുള്ളത് 14 സെപ്റ്റംബർ ടു 13 ഒക്ടോബർ വരെയാണ്. അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ന് വരെ ടൈമുണ്ട്, 13 ഒക്ടോബർ വരെ ടൈമുണ്ട്. ഏകദേശം ഈ ഒരു 2 മാസം ഈ ഒരു ടൈമിനുള്ളിൽ കുറച്ച് ജോബുകൾ അധികമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പറ്റുന്നതാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓൺലൈൻ എക്സാമിനേഷൻ, ഇന്റർവ്യൂ, 2 സ്റ്റെപ്പേ ഉള്ളൂ. നോർമലി നമുക്ക് ഈ ഇൻഷുറൻസ് പോലെയുള്ള അല്ലെങ്കിൽ ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിംസ് കാണും, മെയിൻസ് കാണും, ഇന്റർവ്യൂസ് കാണും, ഇതെല്ലാം കാണും. പക്ഷെ ഇവിടെ എന്താണ്, ആ ഒറ്റ എക്സാമിനേഷനേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമെന്നുള്ളത് കാര്യം തന്നെയാണ് ആലോചിക്കേണ്ടത്. സാലറി വന്നിട്ട് 16 lakh per annum എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 16 lakh per annum ആണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് ചെന്ന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ www.ecgc.in ഇതിൽ തന്നെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ ആ ഒരു കോളം അവിടെ കാണാൻ പറ്റും. അതിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കൊരു പാസ്വേഡും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നമ്പർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അത് ആലോചിക്കുക. ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ആലോചിക്കുക. കാരണം ഇതൊക്കെ എന്താണ്, ഉടനെ വരാൻ പോകുന്ന എക്സാമിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഈ ഒരു SSC RRB ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, ഡേറ്റ് അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡേറ്റ് വരെ എല്ലാം കൃത്യമായിട്ട് ഇവൻറ്റ്സ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുമുണ്ട്. ECGC POയുടെ ഡേറ്റ് വന്നത് 13-ാം തീയതിയാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുന്നത് 14 സെപ്റ്റംബർ തൊട്ടും എൻഡ് ചെയ്യുന്നത് 13 ഒക്ടോബർ വരെയുമാണ്. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഫീ വന്നിട്ട് അടയ്ക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് 13 ഒക്ടോബർ തന്നെയാണ്. എക്സാം ട്രെയിനിങ് ഉണ്ട്, ഒരു പ്രീ എക്സാം ട്രെയിനിങ് ഉണ്ട്. അത് വന്നിട്ട് 28 ഒക്ടോബർ 2024 മുതലാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒക്ടോബർ 28-ാം തീയതി എന്നാണ് ഒരു പ്രീ ട്രെയിനിങ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ എന്താണ്, അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നത് 5th നവംബറിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അഡ്മിറ്റ് കാർഡ്, അതായത് എക്സാം എഴുതേണ്ട അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത് നവംബർ 5-നാണ്. അതായത് ഒരു 1 മന്തിൻ്റെ ടൈം നിങ്ങൾക്ക് ശരിക്കും ഉണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എക്സാം ഡേറ്റ് വരുന്നത് നോക്കി 16 നവംബറാണ്. നവംബർ 16-ന് എക്സാം ഡേറ്റ് വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, അഡ്മിറ്റ്
കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമും ആയി കഴിഞ്ഞു. പിന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് 16-31 ഡിസംബറിനകത്തും. അതായത് ഈ വർഷം തന്നെ നിങ്ങൾ അഥവാ ഈ എക്സാം ക്വാളിഫൈ ആയ ഈ വർഷം തന്നെ നിങ്ങൾക്ക് അറിയാനും പറ്റും. ഓക്കെ, ഡിസംബർ 31 മുമ്പ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അനൗൺസ് ആവും. ഇന്റർവ്യൂ വന്നിട്ടപ്പോഴാണ് ജനുവരി ഫെബ്രുവരി ടൈമിലാണ് കേട്ടോ. 2025 ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇന്റർവ്യൂ ആവും. നിങ്ങളിത് പാസ്സായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കിക്കോളുക കേട്ടോ. ഇത്രയും ഡേറ്റ്സ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്താണ്, വാക്കൻസി വന്നിട്ട് ഇപ്പം 40 വാക്കൻസി ഉള്ളുവെങ്കിലും കൃത്യമായിട്ട് OBC SC കാറ്റഗറിക്ക് വേണ്ടി കൃത്യമായ വാക്കൻസീസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് EUR കാറ്റഗറിക്കാണ് 16 വാക്കൻസീസ് പറഞ്ഞിരിക്കുന്നത്. OBC കാറ്റഗറിക്ക് 11 വാക്കൻസീസ് ആണ്. ഈ WSനൊക്കെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, 3 വാക്കൻസീസ് ഒക്കെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ഒരാളാവാൻ നിങ്ങൾ ശ്രമിച്ച് എന്നെ എന്ത് ചെയ്യുക, വാക്കൻസിയിൽ എൻട്രി ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് ജനറലും SC STയുടെയും പൈസയാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ജനറലുകാർക്ക് 880 രൂപയും SC ST PWD കാറ്റഗറിക്ക് 175 റുപ്പീസുമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ വാക്കൻസിക്കൊക്കെ നമ്മൾ എന്തിനു പറയുന്നു എന്ന്. കാരണം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ ഇതെന്താണ്, നാളെ ഒരു കാലത്ത് അത് യൂസ്ഫുൾ ആവണം. കാരണം ഈ ഒരു എക്സാമിനേഷൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, ഓരോ വർഷത്തിൽ ഒരിക്കലെങ്കിലും വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, യൂട്ടിലൈസ് ആവും. നമ്മളിപ്പോൾ എല്ലാവരും ഇതിനൊന്നും ചാടിക്കയറി അപ്ലൈ ചെയ്യത്തില്ല. അതിൻ്റെതായ ഒരു ക്വാളിഫിക്കേഷനും എല്ലാം ഉള്ളവർ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, ആ ഒരു റിസ്ക് ഫാക്ടർ എടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത ഏജ് വരുന്നത് 21 to 30 ഇയേഴ്സ് വരെയാണ് ഏജ് ഗ്രൂപ്പ് പറയുന്നത്. എക്സാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിൽ ഇക്വലൻസി മാത്രം മതി. ഡിഗ്രിയിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 21 to 30 ഇയേഴ്സ് ആണ്. എക്സാം പാറ്റേൺ വന്നിട്ട് പറഞ്ഞു ഓൺലൈൻ എക്സാമിനേഷൻ ആണ്. ഒബ്ജക്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ക്വസ്റ്റ്യനും ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ പറയുന്ന പോലെ സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ MCQ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ലെറ്റർ റൈറ്റിങ്ങോ എസ്സേ റൈറ്റിംഗ് പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ തരും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കണം എന്നുള്ളൊരു സംഭവമാണ് വരുന്നത് കേട്ടോ. ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഒബ്ജക്റ്റീവ് ലെവലിൽ വരുന്നത്. ഇനി അടുത്ത സ്റ്റേജ് 2 ഇന്റർവ്യൂ ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ഇന്റർവ്യൂ ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. ഇനി അടുത്ത് എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്ജക്റ്റീവിൽ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് അറിയുന്ന സബ്ജക്ട്സ് തന്നെയാണ്. റീസണിങ്, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, GK, മാത്സ്. ഓക്കെ, റീസണിങ്, മാത്സ്, കമ്പ്യൂട്ടർ, GK, ഇംഗ്ലീഷ്, ഇത്രയും സബ്ജക്ട്സ് തന്നെയാണ് വരുന്നത്. ഡ്യൂറേഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ റീസണിങ്ങിന് എഴുതണമെങ്കിൽ 40 മിനിറ്റ് ഉണ്ട്, ഇംഗ്ലീഷ് എഴുതാനാണെങ്കിൽ 30 മിനിറ്റേ ഉള്ളൂ, കമ്പ്യൂട്ടറിനാണെങ്കിൽ 10 മിനിറ്റ്. കാരണം 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ നിങ്ങൾക്ക് കേട്ടോ. 20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇൻറ്റു 1 മാർക്കാണ് കേട്ടോ. കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ്. 1/4 ആണ് നെഗറ്റീവ്. 1/4 എന്ന് പറഞ്ഞാൽ 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് പോകും കേട്ടോ. ആ ഒരു രീതിക്കാണ് മാർക്കിങ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. 200 മാർക്കിന് 100 അല്ലെങ്കിൽ 120, 130 റേഞ്ച് കിട്ടിയാലും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അപ്പം മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇട്ട് എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത PO ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ആണെങ്കിൽ ഇതെന്താണ്, ഒബ്ജക്റ്റീവ് ലെവൽ. നിങ്ങൾക്ക് MCQ ടൈപ്പ് ആണ്, നിങ്ങൾക്ക് ഓപ്ഷൻ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ വരുന്ന എന്തൊക്കെയാണ്, എസ്സേ റൈറ്റിങ്ങും പ്രിസൈസ് റൈറ്റിങ്ങും ആണ്. എസ്സേ റൈറ്റിങ്ങും ഉണ്ട്, പ്രിസൈസ് റൈറ്റിങ്ങും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 out of 2 ഗിവൺ ഓപ്ഷൻസ്, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് തന്നിരിക്കും. 2 കാര്യങ്ങൾ, ഇപ്പം ഒരു ടോപ്പിക്ക് തന്നിരിക്കും, 2 ടോപ്പിക്കിൽ അതിലേതെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 20 മാർക്കിന് എഴുതുക കേട്ടോ. 40 മിനിറ്റ് ആണ് ബോത്ത് ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യനും കൂടെ 40 മിനിറ്റ് ആണ് നിങ്ങളുടെ മുന്നിൽ ടൈം ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിക്ക് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ ഇതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു എന്താണ് അച്ചീവ്മെന്റിൽ എത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ECGC പോലെയുള്ള ഇത്രയും നല്ലൊരു സെക്ടറിലേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള വകുപ്പുകളാണ് ഈ പറയുന്നത്. അപ്പോൾ പറ്റുന്നുള്ളവരാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ക്വാളിഫിക്കേഷനൊക്കെ മനസ്സിലായി ആ ഒരു ഫീസ് സ്ട്രക്ചറിങ് ഒക്കെ നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.